ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. വന്ദിച്ചു മാതാവിനെ കണ്ടകം തെളിഞ്ഞവൻ, നന്ദിച്ചു സൽക്കാരം ചെയ്തിത്തിരിത്തിരിക്കുമ്പോൾ ചോദിച്ചാൾ മകനോട്, നല്ലതെന്തെനിക്കിനി ശോകത്യാഗാർത്ഥം ബന്ധമോക്ഷത്തെ വരുത്തുവാന് ഞാനെന്തു ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വേണ്ടും പര ആനന്ദസാധ്യം പറഞ്ഞിടും നീ മടിയാതെ. മാതാവിങ്ങനെ ചോദിച്ച നേരം കപിലനും പ്രീതനായതിൻ ഉടനുത്തരം ചൊല്ലിടിനാന്, നിത്യമീ ശരീര സംബന്ധ പാപത്താൽ ബന്ധം തത്രേ തതിരക്തി വന്നാത്മാവി രമ്യത്വത്താല് മുക്തിയും മനോജയമുണ്ടെങ്കിൽ സത്യോഗത്താല് ഭക്തിയും ഭവിക്കുന്നു മർത്യയോനികൾക്കെല്ലാം. നിശ്ചയം മനസ്സതിൻ കാരണമെല്ലാറ്റിനും സച്ചിത്താത്മാനന്ദ സംസിദ്ധ്യാർത്ഥം പുരുഷാർത്ഥം. ഇത്തം ആത്മജൻ വചനങ്ങളെ ശ്രുത്യാവി സംഭക്തിയായി തപസ്സിനി താനത ചോദ്യം ചെയ്താള്. ഭക്തിലക്ഷണങ്ങളും യോഗലക്ഷണങ്ങളും ഒക്കെ നീ വഴി പോലെ വിസ്തരാൽ ചൊല്ലിയിടണം. ചൊല്ലുവനെങ്കിൽ ഭക്തി സാധികിയല്ലോ മുഖ്യ കല്യാണമോട് ചേർന്ന് യോഗമായതും മോക്ഷം. തത്സ്വയം പ്രകൃത്യ കാലാത്മാവാം പരമാത്മ ചിൽസ്വയം ജ്യോതിർഭാവാനന്ദ സംരതിയാലേ വീര്യമാശ്രമായിട്ട് ഉണ്ടായ മഹത്തത്വം കാര്യമായതിൽ അഹങ്കാരമെന്ന് അറിയണം. വൈകാരം രാജസം താമസം എന്നേവം മൂന്ന് ഭാഗമായി നിൽക്കും. മായ ജാതങ്ങൾ ഭൂതങ്ങൾ പോൽ അതിങ്കൽ നിന്നുണ്ടായ ചതുർവിംശതി തത്വം അതിങ്കേന്നുളവായി ബ്രഹ്മാണ്ട വിരാടകം. അതിന്നു ചൈതന്യമാകുന്നതും പരബ്രഹ്മം, അതു മായയായി യോഗ ആത്മസംഭിന്നങ്ങളും. അങ്ങനെ വർത്തിക്കുന്ന മായയാ ജഗത്തെല്ലാം ഇങ്ങനെ പരിഭ്രമിച്ചിടുന്നു സംസാരപ്തവോ എന്നതിൽ മനോജയം വന്നു കൂടുകയിലപ്പോൾ തന്നോടെ മൂലം പരമാത്മാനം പ്രാപിച്ചിടാം. ആത്മയോഗത്തിൻ എളുതല്ലോ വിചാരിച്ചാൽ ആത്മാവാം നാരായണ ധ്യാനത്തെ ചൊല്ലാമല്ലോ. ഇന്ദ്രനീലാഭം പരമിന്ദിരാമനോഹരം ചന്ദ്രികാ മൃദുസ്മിത സുന്ദരമുഖാംബുജം. കുണ്ടലമകര
ബിംബിതവിലാസകൃത് ഗണ്ഡമണ്ഡലം നാസ തുംഗമംഗലപ്രഭം പങ്കജാരുണനേത്രം കൗസ്തുഭവനമാല അത്യാങ്കിത ശ്രീവത്സ വക്ഷോദേശം ചതുർഭുജം ശംഖചക്രാബ്ജ ഗദാത്യായുധാത്യാലങ്കൃതം പങ്കജമകൾ നിവാസാലയം പീതാംബരം നാഭിപങ്കജം പാദപദ്മമാനന്ദപ്രദം ശോഭിതാലലാടോ ഊർദ്ധ പുണ്ഡ്രകാളകാപം ഹാരകേയൂര കിരീടാങ്കുലീയക കാഞ്ചി ചാരുസർപ്പാലങ്കൃത ശോഭിതകളേംബരം ധ്യാനതൽപരന്മാർക്ക് നിത്യവും അകക്കാമ്പിൽ മനസാനന്ദം വളർന്നിടുന്നു സദാകാലം ലോകിത പ്രഭങ്ങളാ നേത്രരാജസഗുണ ദേഹയായി ഭാഗവത അനുഗ്രഹം സൃഷ്ടിക്കയോ കേവലം ചെയ്യുന്ന അത്യാനന്ദസ്മിതമായ ദാവള്യകാര സാദിയത്തിനാൽ അതുതന്നെ പാലനം ചെയ്യുന്നിതോ സന്തതം നീലാളക ജാലതാമസഗുണാൽ അന്യകമവരുടെ മാലേഴും പരിതാപസംഹാരം ചെയ്യുന്നിതോ ലീലാകാലമേ പുനരെന്നെല്ലാം തോന്നും വണ്ണം വേലകൾ മായാവിലാസങ്ങളെത്രയും ചിത്രം പാലനാപരായണൻ ആത്മാവാം നാരായണൻ വേദാന്ത പൊരുളായ ദിവ്യ രൂപാംഗങ്ങളെ പാദാതികേശാന്തം തന്മാനസമുറപ്പോളം ശീലിച്ചു കൊള്ളുന്നാകിൽ എത്രയും അത്യുത്തമം ഓരോരോ രംഗങ്ങൾ ചിത്തതാരിങ്കലുറപ്പിച്ചാൻ പാരാതെ മറ്റേതുങ്കൽ ആക്കുമ്പോൾ അതു പിന്നെ മാനസം തന്നിൽ കിടക്കായിൽ മറ്റേതേ പോരു നേരെ പിന്നെയും മേന്മേലവണ്ണം തന്നെ പോരും പാദപങ്കജം പീതവാസസം നാഭീപദം സുന്ദരബന്ധ ബ്രഹ്മാണ്ടോദയ ജഡരാപം ശ്രീവത്സവക്ഷോദേശം കൗസ്തുഭവനമാല ശോഭിതാഗളസ്ഥലം പാണികൾ മുഖപത്മം നേത്രങ്ങൾ അളകങ്ങൾ കുണ്ടലദ്വന്ദ്ങ്ങളും ഊർദ്ധപുണ്ടറവും കിരീടാന്തമിങ്ങനെ തന്നെ തന്നെ മനസ്സുറപ്പോളവും കൂടെ കൂടെ പിന്നെയും പിന്നെയും മേന്മേലനുദിനം നിത്യം ധ്യാനിച്ചു മനക്കാമ്പിൽ പ്രത്യക്ഷമാകും നേരം താനെ വന്നുറച്ചിടും ഭക്തിയും ഇളകാതെ ഭക്തിയുണ്ടായാൽ പിന്നെ മുക്തിയും വന്നിടുന്നു ഭക്തിയും ചതുർവിധമുണ്ടല്ലോ ചൊല്ലിടുവൻ താമസിരാജസിയും സാധികി ഗുണാതീത സാമാന്യം രണ്ടും രണ്ട് മോക്ഷദായിനികൾ പോലെ
എന്നതിൽ ഗുണാതീത വന്നുദിച്ചിടുന്നാകിൽ തന്നെ മനക്കാമ്പിൽ ഇച്ഛയില്ലെന്നാകിലും തന്നിടും മോക്ഷം സ്വധർമ്മേണ നിസ്പൃഹന്നയും വന്നുകൂടിയിടുമവൻ തന്നോട് മഹിമയും മറ്റൊരു പുരുഷൻ ഇല്ലെന്നു ചൊല്ലുന്ന വേദം കുറ്റമില്ലവനൊന്നുകൊണ്ടും അങ്ങോരെടുത്തും ഭക്തിയില്ലാതെ പുരുഷാധമന്മാർക്കോരോരോ ശക്തികൾ കൊണ്ടും സംസാരത്തിൽ ബന്ധവുമുണ്ടാം. അത്യന്തം ദുഃഖാത്മകം സംസാരമെന്നാകിലും ചിത്തത്തിൽ മായാവശാലങ്ങൾ അതിലപേക്ഷിക്കും തൃഷ്ണയും നിമിത്തമായി ഉൾത്താരിലറിഞ്ഞിടും. തൃഷ്ണ കൂടാതെയും ഉണ്ടാകുന്ന കർമ്മങ്ങളാല് സ്വർഗവും നരകവും വന്നുകൂടിയിടുന്നുപോലെ ഒക്കെ രണ്ടിലും അങ്ങ് സുഖങ്ങൾ ഇടതോറും. അപ്പോഴോ സുഖം നിരൂപിച്ചതിലപേക്ഷിക്കും ഉൾപ്പുവിലതുകൊണ്ട് രാഗങ്ങൾ വർദ്ധിക്കുന്നു. പുണ്യപാപങ്ങൾ രണ്ടും കർമ്മഭേദങ്ങളാലേ വന്നുകൂടിയിടും നൂനം സംസാരപ്രമണത്താല്. പാപത്താൽ മൃതികാലേ യമദണ്ഡവും അനുപ്രാപിക്കും. നരകവും ഗർഭകനാകുന്നവൻ വേദന പൂണ്ടു കിടക്കുന്നേരം തത്വജ്ഞാനം സാധിച്ചു ഭഗവത് സേവാരതൻ ആകുന്നേരം. മാസങ്ങൾ തികഞ്ഞുടൻ ജാതനായി വരും പിന്നെ മാതാവാലനുദിനം രക്ഷിക്കും പിതാവാലും. അങ്ങനെ ദേഹം പോഷിച്ചോരോരോ വിഷയങ്ങളിൽ സംഘിച്ചു കർമ്മങ്ങളെ ചെയ്തനുദിനം കർമ്മനീതികൾക്കൊത്തവണ്ണമേ ഗതിഭേദം കർമ്മങ്ങൾ സംസാരത്തിൽ വന്നനുഭവിക്കുന്നു എന്നെല്ലാം ഇരിക്കുമ്പോൾ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാല് പുരുഷാർത്ഥം സാധിക്കാവോന്ന് അല്ലല്ലോ. നിർണയമെന്നിത്യാദി മാതാവോട് അരുൾ ചെയ്തു. നിർണയം വരും വണ്ണം ആത്മതത്വാർത്ഥത്തെയും തമ്മിലമ്മാറു കാട്ടിക്കൊടുത്തു തെളിയിപ്പിച്ച് അന്യോനാനന്ദം വളർത്തഞ്ചസാരമിപ്പിച്ചാല് വന്നിടുന്നതു തന്നെ നിത്യവും ശീലിച്ച് ആത്മസന്നിധവും സർവം സമർപ്പിപ്പവനപ്പോള് മോക്ഷം പിന്നെ അങ്ങതോ ഗതി വന്നുകൂടായും വണ്ണം എന്നെല്ലാം അനുനയിച്ചാൽ മാതാവിനെ തന്മകൻ തനിക്കാത്മജ്ഞാനാർത്ഥം ഗ്രഹിപ്പിച്ച് അതമ്മയും തെളിഞ്ഞു കണ്ടാനന്ദവിവശയായി നന്ദനൻ ആശീർവാദം ചെയ്ത് അനുജ്ഞയും കൊണ്ടു നിന്നു വന്നിച്ചു നിജദേഹാദിപ്രമങ്ങളും നിർമായമുപേക്ഷിച്ചു സന്മയ പരബ്രഹ്മം അംബരസമം സർവാർത്ഥേഷു കണ്ടുണർവോടെ ലോകേഷു നീളെ നടന്ന് ആനന്ദാത്മാനം ചേർന്നും
ലോകനാശനമായ സംസാരമോക്ഷത്തെയും സാധിച്ചാളെന്നെല്ലാം ചൊല്ലും തൃതീയത്താലുടൻ ബോധിപ്പിച്ചതും സംക്ഷേപിച്ചുടൻ കിളിപ്പെണ്ണും ശ്രീമഹാഭാഗവതം തൃതീയസ്കന്ധം സമാപ്തം. ശ്രീമഹാഭാഗവതം തൃതീയസ്കന്ധം സമാപ്തം.